ബി.ജെ.പിയുടെ സ്ഥാപക നേതാവായ എൽ.കെ. അദ്വാനിക്ക് രാഷ്ട്രത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകുന്നതിലൂടെ കൃത്യമായ സന്ദേശം കൂടിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നതിൽ ഒരു സംശയവും വേണ്ട. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ തേടി 1990-ൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുതൽ അദ്വാനി നടത്തിയ രഥയാത്രയാണ് ബി.ജെ.പി ചൂണ്ടിക്കാട്ടുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസങ്ങൾ കഴിയുന്നതിനു മുൻപെയാണ് അദ്ദേഹത്തെ തേടി ഭാരത് രത്ന എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. രഥയാത്രയും ബാബരി മസ്ജിദ് തകർക്കലും ഇല്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ രാജ്യത്ത് ബി.ജെ.പി അധികാരത്തിൽ തന്നെ എത്തുമായിരുന്നില്ല. ആ സാഹചര്യത്തിൽ പാർട്ടിയുടെ ഇന്നത്തെ നേട്ടങ്ങൾക്ക് ബി.ജെ.പി ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നതും അദ്വാനി എന്ന നേതാവിനോടാണ്. അയോധ്യയിൽ ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി 1990-ലാണ് അദ്വാനി രഥയാത്ര നടത്തുന്നത്. മന്ദിർ വാഹിൻ ബനായേംഗെ എന്ന മുദ്രാവാക്യം ഉയർത്തി അദ്വാനി മുന്നിൽ നിന്നപ്പോൾ 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം കൂടി. 1990 സെപ്റ്റംബർ 25-ന് തുടങ്ങി ഒക്ടോബർ 30-ന് അയോധ്യയിൽ അവസാനിക്കുക എന്ന രീതിയിലായിരുന്നു രഥയാത്ര സംഘടിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഒക്ടോബർ 23-ന് ബീഹാറിൽ സമസ്തിപൂർ എന്ന സ്ഥലത്തു വെച്ച് എൽ.കെ. അദ്വാനി അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ഈ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ ഈ യാത്രയുടെ അനന്തരഫലമായിട്ടാണ് 92-ൽ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. ബാബരി മസ്ജിദ് തകർത്ത കേസിന്റെ ഗൂഢാലോചനയിൽ അദ്വാനി, മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, നിലവിലുള്ള രാം മന്ദിർ ട്രസ്റ്റ് പ്രസിഡന്റ് നൃത്യ ഗോപാൽ ദാസ് എന്നിവരുൾപ്പെടെ 32 പേർ കേസിൽ പ്രതികളായി. 28 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ മസ്ജിദ് തകർക്കൽ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാനാകാതെ 32 പേരെയും വെറുതെ വിടുകയും ചെയ്തു. അതേസമയം ശ്രീരാമക്ഷേത്രം ഒരു ദിവ്യ സ്വപ്നം പൂർത്തീകരണം എന്നായിരുന്നു രാഷ്ട്രധർമ്മ മാസികയിൽ ഒരിക്കൽ അദ്വാനി എഴുതിയത്. രഥയാത്ര തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ സാരഥി മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞു. യാത്രയുടെ യഥാർത്ഥ ദൂതൻ രഥം തന്നെയായിരുന്നു. ശ്രീരാമന്റെ ജന്മസ്ഥലമായ അയോധ്യയിലേക്ക് അദ്ദേഹത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു മഹത്തായ ക്ഷേത്രം പണിയുക എന്ന മഹത്തായ ഉദ്ദേശത്തിനായി അത് ചലിച്ചുവെന്ന് അദ്വാനി ലേഖനത്തിൽ എഴുതി. പ്രധാനമന്ത്രി മോദി ക്ഷേത്രം പ്രതിഷ്ഠിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ഓരോ പൗരനെയും പ്രതിനിധീകരിക്കും. ശ്രീരാമന്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ ഈ ക്ഷേത്രം ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് നേരത്തെ അദ്വാനി വ്യക്തമാക്കിയ കാര്യമാണ്. രഥയാത്രയിൽ അദ്വാനിയുടെ അനുയായികളിൽ ഒരാളായിരുന്നു നരേന്ദ്രമോദി. 7 തവണ ലോക്സഭാംഗമായിരുന്ന അദ്വാനി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപപ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, കേന്ദ്ര കൽക്കരി വകുപ്പ് മന്ത്രി തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. 2004-2009 കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്വാനി. ഏതായാലും കേന്ദ്രത്തിന്റെ ഇത്തരം ചെയ്തികൾ കാണുമ്പോൾ പലർക്കും കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥയാണിപ്പോൾ ഉള്ളത്. രാമക്ഷേത്രം മാത്രം ലക്ഷ്യം വെച്ചുള്ള ഇത്തരം നാടകങ്ങൾക്കൊരു അവസാനമുണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.